കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനിപ്പിച്ചത് മഹത്വത്തെക്കുറിച്ചാണ്. യോശുവയെ ദൈവം എല്ലാവരും കാണുക മഹാനാക്കി. ഒരു വ്യക്തിയെ മഹാനാക്കാൻ ദൈവത്തിന് കഴിയും. ഒരു വ്യക്തി നിന്ദാപാത്രമായി കിടന്നാൽ, ആരും അറിയാത്തൊരു വ്യക്തിയായി അധപ്പതിച്ച് കിടന്നാൽ, അതുകൊണ്ട് ദൈവത്തിന് ഒരു മഹത്വവുമില്ല. എന്നാൽ നാം മാനിക്കപ്പെടുമ്പോൾ, നാം അഭിവൃദ്ധിപ്പെടുമ്പോൾ, നമ്മുടെ വീട് അത്ഭുതമായി തീരുമ്പോൾ, തകർന്നൊരു കുടുംബം പണിയപ്പെടുമ്പോൾ, നമ്മുടെ ബന്ധനങ്ങൾ അഴിയുമ്പോൾ, നമ്മുടെ വീടുകളിൽ നിന്ന് ശാപം പുറത്തു പോകുമ്പോൾ, അവിടെയെല്ലാം ദൈവത്തിന് നാമം മഹിമപ്പെടുകയാണ്. എന്താണ്? ദൈവം ഈ ലോകത്തിലേക്ക് അയച്ച ദൈവപുത്രൻ നമ്മിലുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ് എന്ത്? നമ്മുടെ വീടിൻ്റെ അഭിവൃദ്ധി. അതുകൊണ്ട് വീടിൻ്റെ അഭിവൃദ്ധി എന്നുള്ളത്, നമ്മുടെ കുടുംബത്തിൻ്റെ ഉയർച്ച എന്നുള്ളത് 100% നടക്കുന്ന കാര്യമാണ്. ഒരിക്കലും അടുക്കരുത്. ഒരിക്കലും നമ്മൾ ഇതെല്ലാം ഇനിയൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പോലും പറയരുത്. എൻ്റെ ദൈവം അത് ചെയ്യും, എൻ്റെ ദൈവം അത്ഭുതം ചെയ്യും, എന്നെ വിളിച്ചത് മാനിക്കാനാണ്. 4 ആൾ കാണുക എൻ്റെ ദൈവം എന്നെ മാനിക്കും എന്ന് തന്നെ പറയണം. മോശയെ മാനിച്ചു ദൈവം. വിളിച്ച എല്ലാവരെയും, അതായത് മുൻ നിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്ന് റോമാലേഖനത്തിൽ പറയുന്നത്. മുൻ നിയമിച്ചവരെ വിളിക്കും, വിളിച്ചവരെ നീതീകരിച്ചു. എല്ലാവരും മുമ്പിൽ പറഞ്ഞു, ഇവൻ എൻ്റെ പൈതലാണ്, നീതിമാനാണ്, ഇവൻ എൻ്റെ പൈതൽ, ഇവൻ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ അവനെ ജനിപ്പിച്ചിരിക്കും എന്ന് വായിക്കുന്ന പോലെ വീണ്ടും ജനിച്ച എല്ലാവരെയും ദൈവം നീതീകരിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറയും, അവരെ തേജസ്കരിച്ചുമിരിക്കുന്നു, അതായത് മഹത്വമുള്ളവരാക്കിയും മാറ്റി. അപ്പോൾ അത് നമ്മുടെ അവകാശമാണ്. ഇത് പറയണം. എന്നെ ദൈവം വിളിച്ചെങ്കിൽ ഇനി എനിക്ക് പേടിക്കണ്ട. ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണെങ്കിൽ എൻ്റെ ഉപവാസം കൊണ്ടല്ല, എൻ്റെ പ്രാർത്ഥന കൊണ്ടല്ല, എന്നെ ദൈവം തിരഞ്ഞെടുത്തു എന്ന കാരണം കൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെടും. ബൈബിളിലെ ഓരോ വ്യക്തികളെ നോക്കിയോ, ദൈവം ഒരാളെ വിളിച്ചാൽ ആ വ്യക്തിയെ മാനിച്ചിരിക്കും. കോരശ്, ജാതികനായ, ദൈവമായിട്ട് ബന്ധമില്ലാത്ത ഒരു രാജാവ്, എന്നിട്ട് ദൈവം അവനെ അഭിഷേകം ചെയ്തു, അവൻ്റെ വലം കൈക്ക് പിടിച്ചു, രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിച്ച്, ഇരുമ്പോടാമ്പലുകളെ മുറിച്ച് അവനെ മുന്നോട്ട് നടത്തി. ദൈവം അവൻ്റെ വലം കൈക്ക് പിടിച്ചു എന്ന് യെശയ്യാവ് 45 വായിക്കുമ്പോൾ കാണാം. ദൈവം ഒരുത്തൻ്റെ കൈക്ക് പിടിച്ചാൽ, ദൈവം ഒരുത്തൻ്റെ കൂടെ ഇരുന്നാൽ, അവൻ്റെ മുമ്പിൽ ഏതടഞ്ഞ വാതിലും തുറക്കും, എല്ലാ അത്ഭുതങ്ങളും നടക്കും. ദൈവം ഒരാൾക്ക് മഹത്വം കൊടുത്താൽ അത് സംഭവിക്കും. തീർച്ചയായിട്ടും ഈ ഒരു വിളി തിരിച്ചറിയുക, ബലപ്പെടുക, കർത്താവിനെ ചേർന്ന് നമുക്ക് ആരാധിക്കാം. നിന്നെ നിൻമുഖം കാണേണം, നിൻ സ്വരം കേൾക്കണം, നിന്നിൽ ചേർന്നു ജീവിപ്പാൻ, നിന്നെ നിൻമുഖം കാണേണം, നിൻ സ്വരം കേൾക്കണം,
സ്വീകരിക്കണേ നീ. നിന്നിൽ ചേർന്നു ജീവിപ്പാൻ എന്നെ ഞാൻ തന്നിടുന്നു. നിൻ കയ്യിൽ യാഗമായി സ്വീകരിക്കണേ നീ. നിന്നിൽ ചേർന്നു ജീവിപ്പാൻ നിന്നെ പോലാകണം. നിൻ മുഖം കാണണം. നിൻ സ്വരം കേൾക്കണം. നിന്നിൽ ചേർന്നു ജീവിപ്പാൻ അങ്ങിൽ ചേർന്നു ജീവിപ്പാൻ അങ്ങിൽ ചേർന്നു ജീവിപ്പാൻ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ യേശുവിൻ്റെ പരസ്യ പ്രാർത്ഥനയുടെ ആഴമേറിയ കാര്യങ്ങൾ ഓരോ വാക്യം വെച്ച് നമ്മളിങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. എനിക്ക് വേണമെങ്കിൽ ഉൽപ്പത്തിയിൽ നിന്നോ സങ്കീർത്തനത്തിൽ നിന്നോ മത്തായിയിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും ഓരോ ഭാഗം പറയാം. എന്നാൽ ഈ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ ദൈവം നമ്മെ വിടുന്നത് ദൈവത്തിന് ഇതിലൂടെ എന്തോ ഒരു ഭയങ്കരമായ അനുഗ്രഹം നമ്മുടെ മേൽ വെച്ചിട്ടുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും അതിൽ നിന്ന് ദൈവം നമുക്ക് പറയാനുള്ള കാര്യങ്ങളും നൽകി തരുന്നുണ്ട്. ദൈവം അത്ര വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ കൃപ എത്ര വലുതാണ്. പറയാനുള്ളത് എന്നോട് പലരും ചോദിച്ചു, ഇത് എങ്ങനെ ഇതൊക്കെ പറയുന്നത് നമ്മളല്ലല്ലോ. ഞാനൊരു വാക്യം നിങ്ങളെ കാണിച്ചു തരാം. ഇത് എങ്ങനെയാണ് പറയുന്നത്? എന്നോട് പലരും ചോദിച്ചു, ഈ ഓരോ കാര്യങ്ങൾ ഇത്രയും നാൾ എങ്ങനെ പറയാൻ പറ്റും? അത് നമ്മളാണെങ്കിലല്ലേ നമുക്ക് ബുദ്ധിമുട്ട്. ഒരു സ്കൂളിലെ ടീച്ചർ എന്നെ തലേ ദിവസം ഇരുന്ന് പഠിച്ചാലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഇതങ്ങനെയല്ല. നമ്മൾ ദൈവസ്ഥലിൽ ഇരിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ വാ തുറക്കുമ്പോൾ ദൈവം സംസാരിക്കേണ്ട വചനം നമുക്ക് തരും. ഇങ്ങനെയാണ് യെശയ്യാവ് 59:21. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോവുകയില്ല എന്ന് അരുളി ചെയ്തു. അപ്പോൾ ദൈവം നമ്മോട് ചില നിയമങ്ങൾ ചെയ്തിട്ടുണ്ട്. യേശു ക്രിസ്തു തൻ്റെ രക്തം കൊണ്ട് ഒരു പുതിയ നിയമം ചെയ്തു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് പോകത്തില്ല. നമ്മുടെ വായിൽ നിന്ന് ദൈവവചനം പോകത്തില്ല. എത്ര ഭയങ്കരമാണ്! നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, പുതിയ സൃഷ്ടികളാണ്. നമ്മുടെ മേൽ പരിശുദ്ധാത്മാവും ദൈവവചനവുമുണ്ട്. അതുകൊണ്ട് അപ്പോസ്തലന്മാർ പറഞ്ഞു, ഇനി മുതൽ ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിൽ ഉറ്റിരിക്കും. ദൈവം നമ്മുടെ വായിൽ വചനം തന്നിരിക്കുകയാണ്. നെഗറ്റീവ് പറയരുത്, വചനം പറയണം. ബുദ്ധി കൊണ്ട് സംസാരിക്കരുത്, ആത്മാവിൽ സംസാരിക്കണം. ദൈവം അതിനായിട്ട് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കും. നമ്മുടെ വായിൽ നിന്നത് മാറാൻ പാടില്ല. നമുക്ക് നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ഈ വചനങ്ങൾ കൊണ്ട് ആയിരങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും കൊടുക്കാൻ കഴിയും. ഇന്നിത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, ഇത് ഞങ്ങളെപ്പോലെയുള്ള ആരുടെയെങ്കിലും പ്രത്യേകമായ കുത്തകയായ അവകാശമാണ്. ഇത് ഏതോ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതാണ്. ഒരു യൂണിവേഴ്സിറ്റിയിലുമല്ല. പണ്ടാരോ പറഞ്ഞ പോലെ കാളയുടെ പേരിൽ പോലും യൂണിവേഴ്സിറ്റി ഉണ്ടെന്ന്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ഒരു യൂണിവേഴ്സിറ്റിയിലുമല്ല. പരിശുദ്ധാത്മാവ് തരുന്നത് ദൈവത്തിൻ്റെ വചനം വായിൽ ആക്കിയതാണ്. ദുഷ്ടന്മാർക്ക് ദൈവത്തിൻ്റെ വചനം വായിലെടുക്കാൻ അവകാശമില്ലെന്ന് സങ്കീർത്തനത്തിൽ പറയുന്നു. ദുഷ്ട,
നീ എൻ്റെ വചനം നിൻ്റെ വായിലെടുക്കാൻ നിനക്കെന്ത് അവകാശം? ദൈവം നീതീകരിച്ചവരുടെ വായിൽ ദൈവം വചനം തരും. അപ്പോൾ നമ്മൾ എന്തു പറയണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കും. നമ്മൾ പറയുന്നത് പോലെ സംഭവിക്കും. ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം: പരിശുദ്ധാത്മാവും ദൈവവചനവും എന്നിൽ നന്നായിട്ട് ചലിക്കുന്നുണ്ടോ? ചലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി ആരുമില്ല. നിങ്ങളുടെ ഭാവി അത്ഭുതമായിരിക്കും. എന്നാൽ പരിശുദ്ധാത്മാവും ദൈവവചനവും അല്ല ചലിക്കുന്നത്, പകരം വേറെ എന്തൊക്കെയാണ്, എങ്കിലതൊരു അപകടമാണ്. വിശ്വാസത്തിൽ വന്ന് വർഷങ്ങളായ പലരും എനിക്ക് മേല, എനിക്ക് വയ്യ, എന്നെക്കൊണ്ട് പ്രയോജനമില്ല, എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, ഇങ്ങനെ പറയുന്നവർക്ക് ആയുസ് കുറവാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ നെഗറ്റീവ് പറയുന്നവർ വേഗം ഭൂമിയിൽ നിന്ന് മാറിപ്പോകും. എന്നാൽ പോസിറ്റീവ് എനർജിയിൽ നിൽക്കുന്നവർ. കഴിഞ്ഞ ദിവസം PG വർഗീസ് അങ്കിൾ, ഡോക്ടർ PG വർഗീസ്, അദ്ദേഹം ചർച്ചിൽ വന്നു. അദ്ദേഹവുമായിട്ടൊരു അഭിമുഖം, ഒരു ഇൻ്റർവ്യൂ എടുത്തപ്പോൾ അതിൽ പറയുകയാണ്, 50-ലധികം വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്, എന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. കാരണം എൻ്റെ ഇത്രയും അനുഭവങ്ങൾ ഒത്തിരി പേർക്ക് പകർന്നു കൊടുത്താൽ അവരെല്ലാം അനുഗ്രഹിക്കപ്പെടും. എന്നെ ദൈവത്തിന് ആവശ്യമുണ്ടോ ദൈവമേ എന്നൊന്നും ചോദിച്ചില്ല. എന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്, അങ്കിൾ എന്നോട് പറയുകയാണ്. അതുകൊണ്ട് അടുത്ത വർഷത്തെ പ്രോഗ്രാം ഇട്ട് കഴിഞ്ഞു. 84 വയസ്സുള്ള ആളെ 85-ാമത്തെ വയസ്സിലെ പ്രോഗ്രാം ഇട്ട് കഴിഞ്ഞു. ഈ വരുന്ന മാർച്ചിൽ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെയും പോകാനുള്ള പ്രോഗ്രാം ഇട്ട് കളഞ്ഞു. അപ്പോൾ ഒരു പ്രോഗ്രാമുണ്ട്, എന്തൊക്കെ പറയണം. അപ്പോൾ ഈ യാത്രയിൽ ഉണ്ടാകുന്ന എല്ലാ 50 കിലോമീറ്റർ, കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെയുള്ള ഈ 3,000-4,000 കിലോമീറ്റർ, 50 കിലോമീറ്റർ കഴിയുമ്പോൾ പ്രസംഗിക്കണം. പരിശുദ്ധാത്മാവും വചനവും അവിടെ ക്രിയ ചെയ്യും. ഓരോ പട്ടണത്തിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കും, പുസ്തകങ്ങൾ കൊടുക്കും, ജനങ്ങൾക്ക് ട്രാക്റ്റുകൾ കൊടുക്കും. വീണ്ടും അടുത്ത സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ അകത്തറിയാം, എന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. കർത്താവെ എന്നെ ആവശ്യമുണ്ടോ എന്നല്ല, എന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. എന്നിൽ ചിലതുണ്ട്, അത് ഒത്തിരി പേർക്ക് കൊടുക്കാനുള്ളതാണ്. പൗലോസ് അത് തന്നെ പറഞ്ഞു, ഞാൻ കടക്കാരനാണ്, എൻ്റെ കുറേ കാര്യമുണ്ട്, അത് ഒത്തിരി പേരുടെ കയ്യിൽ എത്തിക്കുന്നില്ല, അയ്യോ എനിക്ക് കഷ്ടം, കടക്കാരനാണ്. ഈ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വരണം. നമ്മൾ മറ്റുള്ളവർക്ക് എന്തൊക്കെയോ കൊടുക്കാനുള്ളവരാണ്. യോഹന്നാൻ 17 നമുക്ക് വരാം. 23-ാം വാക്യം, നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. ഐക്യത്തിൽ തികഞ്ഞവർ, നമ്മളതിനെക്കുറിച്ച് ആരംഭത്തിൽ പറഞ്ഞു. ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കും. നമ്മുടെ വീടുകളിൽ ഐക്യത്തിൽ തികയണമെങ്കിൽ യേശു പിതാവിലും പിതാവ് യേശുവിലും നാം അവരിലുമായി തീരണം. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, ഞങ്ങൾക്ക് കൂട്ടായ്മയുള്ളത് പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുവിനോടുമാണ്. ഞങ്ങൾ കൂട്ടായ്മ പുലർത്തുന്നത്, ബന്ധം, ഫെലോഷിപ്പ്, ഞങ്ങൾ സമയം ചെലവഴിക്കുന്നത് പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടുമാണ്. അതുകൊണ്ടാണ് ഈ ഓരോ മീറ്റിംഗ് കഴിയുമ്പോൾ ആശീർവാദം പറയുന്നത്, പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ കൂടെ ഉണ്ടാകണം, പുത്രനായ യേശുവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ ഫെലോഷിപ്പ് നിങ്ങൾക്ക് വേണം. ഇത് മൂന്നുമുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്നിടത്തെല്ലാം ജയാളികളായിട്ട് മാറും. 24-ാമത്തെ വാക്യം, പിതാവേ നീ ലോക സ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ ആഗ്രഹം, യേശുവിന് ഒരിക്കലുണ്ടായിരുന്ന മഹത്വം വീണ്ടും യേശു തിരിച്ചു ചെന്ന് അത് പ്രാപിക്കുന്നതും
അപ്പോൾ അത് കാണാൻ ഈ യേശു സംസാരിച്ച ഈ ജനക്കൂട്ടം അവിടെ സ്വർഗത്തിൽ വരണമെന്നും യേശു ഇരിക്കുന്നിടത്ത് തന്നെ അവർ വന്നിരിക്കണമെന്നും, അതായത് യേശുവിനുള്ള മഹത്വം അവരും കൂടി പങ്കാളികളാകണം. ഒരു ഭർത്താവിനൊരു മാന്യതയുണ്ടായാൽ അത് ഭാര്യയ്ക്കും കൂടി മക്കൾക്കും കൂടി ഉള്ളതാണ്. അതല്ലേ അവിടെ നമ്മൾ കാണുന്നത്. ട്രംപ് അധികാരമേറ്റു. അധികാരമേക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളും ബന്ധുക്കളും എല്ലാം അവിടെ വന്നു. പ്രിയപ്പെട്ടവരെല്ലാം അവിടെ വന്നു കഴിഞ്ഞു. പിന്നീട് ട്രംപ് വന്നു. ട്രംപിന് അധികാരം ലഭിച്ചപ്പോൾ ആ കുടുംബത്തിനുണ്ടായ സന്തോഷം, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഭാര്യ, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ മക്കൾ, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കൂടെയുള്ളവർ എന്നുള്ളത് ഭയങ്കര പദവിയായി നമ്മൾ മീഡിയയിലൂടെ കണ്ടു. അതൊരു വലിയ സന്തോഷമാണ്. നമുക്കൊരു മഹത്വമുണ്ടായാൽ നമ്മുടെ കൂടെയുള്ളവർക്കും കൂടി അതിൻ്റെ പങ്ക് കൊടുക്കുന്ന ആ ഒരു അനുഭവം. പലരും ഉയർച്ചകൾ വരുമ്പോൾ മറ്റുള്ളവരെ മറന്നു കളയാറുണ്ട്. എത്രയോ പേർ എനിക്കറിയാവുന്ന ഞാൻ തന്നെ പ്രാർത്ഥിച്ചയച്ച പലരും പല രാജ്യങ്ങളിലെത്തി. സഭയിൽ നിന്ന് പോയവർ പലരും, എന്നാൽ നല്ല ശതമാനം പേരും സഭയെ മറന്നില്ല. ചിലർ മറന്നുപോയി. അവർക്ക് മഹത്വങ്ങൾ ഉണ്ടായപ്പോൾ അവർക്ക് അവരുടെ മഹത്വത്തിൻ്റെ ഒരു പങ്ക്, അവരെവിടെ നിന്ന് വന്നു ആ വന്ന സഭയിൽ അതിലൊരു പങ്കാളിത്തം അവർ മറന്നുപോയി. നിങ്ങളുടെ വീട് മറക്കരുത്, നിങ്ങളുടെ കുടുംബത്തെ മറക്കരുത്. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്ക് തിരിഞ്ഞു നോക്കണം. യെശയ്യാവിൽ വായിക്കുന്നു, നിങ്ങളെ വെട്ടിയെടുത്തത് നിങ്ങളുടെ അബ്രഹാമിനെയും സാറയിൽ നിന്നുമാണ് നിങ്ങളെ എടുത്തത്. നിങ്ങൾ എവിടെ നിന്ന് വന്നെന്ന് മറക്കരുത്. ഇതെൻ്റെ മിടുക്കുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് ഒരിക്കലും പറയരുത്. എല്ലാം ഒരു 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 ദൈവിക നിയോഗത്തിൽ നിന്ന് ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിച്ചതാണ്. ഒരു സഭയുടെ വില പലർക്കും അറിയില്ല. ഒരു കൂട്ടായ്മയുടെ വില നിങ്ങൾക്ക് മനസ്സിലാകണം. നിങ്ങൾ പോകുന്ന ചർച്ച്, പല രാജ്യത്തിരുന്നത് കേൾക്കുന്ന പലരും അറിയണം. നിങ്ങൾ പോകുന്ന സഭയിലെ പാസ്റ്ററെ കുടുംബമായിട്ട് നിങ്ങൾ ആദരിക്കണം. അവിടെ നിന്നാണ് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചത്. അവിടെ നിന്നാണ് നിങ്ങൾ ജോലിയില്ലാതെ നാടുവിട്ടതും. അവർ പ്രാർത്ഥിച്ചയച്ചു. അതിൻ്റെ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ മേലുണ്ട്. ഇസഹാക്കും ഭാര്യയും പ്രാർത്ഥിച്ചു വിട്ട യാക്കോബ് വെറും ഒരു വടിയുമായിട്ടാണ് ഓടുന്നത്. എന്നാൽ തിരിച്ചു വന്നത് ഇരട്ടിയായിട്ടാണ്, ഇസ്രായേലായിട്ടാണ്. കാരണം എന്താണ്? ഒരു കൈവെപ്പ് അവരുടെ മേൽ കിടപ്പുണ്ട്. യാക്കോബിൻ്റെ മേൽ കിടപ്പുണ്ട്. അമ്മായിയപ്പൻ 10 പ്രാവശ്യം ചതിച്ചിട്ടും ഇവൻ കുറഞ്ഞു പോകുന്നില്ല. ചതിയിലൊന്നും കുറഞ്ഞു പോകാത്തൊരു ബ്ലെസ്സിങ് അതായിരുന്നു ഇസഹാക്ക് അവൻ്റെ മേൽ ചൊരിഞ്ഞ ബ്ലെസ്സിങ്. ആകാശത്തിലെ മഞ്ഞും ഭൂമിയിലെ കോതമ്പും എല്ലാം ഞാൻ നിനക്ക് തരുന്നു. ഇനി എല്ലാവരും നിന്നെ സേവിക്കണം. ഏശാവിനെ ആരും ചതിച്ചില്ല, ഏശാവിനെ ആരും വഞ്ചിച്ചില്ല, ഏശാവ് യാക്കോബിനെ പോലെ കഷ്ടപ്പെട്ടില്ല. എന്നിട്ടും യാക്കോബ് ഏശാവിനേക്കാൾ മുകളിലെത്തി. എന്താ കാരണം? ആര് ചതിച്ചാലും ദൈവാനുഗ്രഹമുള്ളവനെ തീർത്ത് കളയാൻ കഴിയില്ല. ചതിക്കാനൊക്കെ പറ്റും, 10 പ്രാവശ്യം പ്രതിഫലം മാറ്റി, എന്നിട്ട് യാക്കോബ് കുറഞ്ഞു പോകുന്നില്ല. അതാണ് ദൈവാനുഗ്രഹം. അപ്പോൾ അത് മറക്കരുത്. യേശുവിൻ്റെ സഭ വളരെ വിലപ്പെട്ടതാണ്, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങളെ വെട്ടിയെടുത്തത് എവിടെ നിന്നാണ് നിങ്ങൾ ആരംഭിച്ചത്? അതുകൊണ്ട് നിങ്ങൾക്ക് നന്മയുണ്ടാകുമ്പോൾ നിങ്ങൾ കൂടി വന്ന നിങ്ങളുടെ ആ കൊച്ചു സഭ, അത് ഏത് നാട്ടിലാണ്? മലയാളികളായി നിങ്ങൾ ഏതെങ്കിലും രാജ്യത്ത് ചെന്നപ്പോൾ നിങ്ങളെ നടത്തിയ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞവരെ മറക്കരുത്. ഒത്തിരി പേരുടെ ഐക്യതയും കണ്ണുനീരും പ്രാർത്ഥനയുമാണ് ഇന്ന് നിങ്ങളായി തുടരുന്നത്. മറക്കരുത്. എവിടെ നിന്ന് ആരംഭിച്ചു? ഞാൻ എവിടെ പോയാലും ഞാൻ എവിടെ നിന്ന് തുടങ്ങി എന്ന് ഞാൻ പറയും. എൻ്റെ പാസ്റ്റർ, എൻ്റെ സഭ ബഥേൽ AG ചർച്ച്, ആ സഭയിലല്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ഇതുപോലൊരു ശുശ്രൂഷയിൽ വരുമോ എന്ന് എനിക്ക് സംശയമാണ്. ആ പാസ്റ്ററിൻ്റെ കണ്ണുനീരും പ്രാർത്ഥനയും ഐക്യതയും സ്നേഹവും. യേശു പറയുകയാണ്, പിതാവേ, എൻ്റെ മഹത്വത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ
ഇവരെ എൻ്റെ ഒപ്പം ഇരുത്തണമേ. യേശുവിൻ്റെ ആഗ്രഹം അതാണ്. യേശുവിൻ്റെ ഒപ്പത്തിനൊപ്പം നമ്മൾ എത്തണം. ക്രൂശിലൂടെ യേശു ഉണ്ടാക്കിയ മുഴുവൻ മഹത്വവും അത് സ്വർഗത്തിൽ നിന്ന് നാം സ്വർഗത്തിൽ എത്തിക്കഴിയുമ്പോൾ യേശുവിൻ്റെ ഒപ്പം അത് പങ്കുവെക്കണമെന്ന്. അപ്പോൾ സഭ പങ്കുവെക്കുന്ന ഇടമാണ്. യേശുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പങ്കുവെക്കുന്ന ഇടമാണ്. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. അങ്ങനെ ഒരു ജീവിതം നമുക്കുണ്ടാകട്ടെ. യേശു ഒരിക്കലും നമ്മളെ താഴെ നിർത്തില്ല. യേശു ആയിരിക്കുന്ന അതേ ലെവലിൽ കൊണ്ടുവരും. അപ്പോൾ യേശു ഉയർന്നെങ്കിൽ ഇവിടെ കയറി വരിക എന്ന ശബ്ദം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നവർ കയറി വരും. എവിടം വരെ? യേശുവിനോളം കയറി വരും. യേശുവിൽ വിശ്വസിക്കുന്നവർ സഭ യേശുവിനോളം കയറി വരും. അതുകൊണ്ട് ദൈവസഭയിൽ നിന്നുകൊണ്ട് ഫലം കായ്ക്കണം. ഏത് രാജ്യത്ത് ചെന്നാലും അവിടെ ഒരു ആരാധനയിൽ നിങ്ങളുണ്ടായിരിക്കണം. ലോകത്തിലേക്ക് പോകരുത്. സമയമില്ലെന്ന് പറയരുത്. സഭ മുഖാന്തിരമാണ് നിങ്ങൾ വളർന്നു വരുന്നത്. അതിനുള്ള കൃപ ദൈവം തരും. വിശ്വസിക്കാം. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു വരും. വലിയ മഹത്വത്തിലേക്ക് നമ്മൾ ഉയർന്നു വരും. പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ ഇത് കേട്ട എല്ലാവർക്കും ഈ തിരിച്ചറിവും കൃപയും ജ്ഞാനവും ഉണ്ടാകട്ടെ. യേശുവായിരിക്കുന്ന ആ ഉയർന്ന തലങ്ങളിലേക്ക് ഓരോ വ്യക്തികളും ഞങ്ങൾ ഉയർന്നു വരുവത്തക്ക രീതിയിൽ ഞങ്ങളുടെ ജീവിതം, സ്വഭാവം, തീരുമാനശേഷി എല്ലാം അനുഗ്രഹമാകട്ടെ. എല്ലാവരെയും അനുഗ്രഹിക്കും. സൗഖ്യങ്ങൾ നടക്കട്ടെ. വിടുതലുകൾ നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക്, നിങ്ങൾ മറ്റൊരു ചർച്ചിൽ പോകുന്നില്ലെങ്കിൽ ആലപ്പുഴ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ നാളെ രാവിലെ 8 മണിക്ക് ഒരു സഭായോഗമുണ്ട്. നിങ്ങൾക്ക് കടന്നു വരാം. അനുഗ്രഹിക്കപ്പെടാം. ഗോഡ് ബ്ലെസ് യു.